നമസ്കാരം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലാബ് അസിസ്റ്റന്റ് മത്സര പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു 25 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 25 ദിവസം നിങ്ങൾ കൃത്യമായി ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം കൃത്യമായി ഓരോ ടോപ്പിക്കും പഠിച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പരീക്ഷ എഴുതി മോക്ക് എക്സാം കൂടെ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 14 ജില്ലയിലും ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം. 14 ജില്ലയിലുമായി ഏകദേശം 1000-ലധികം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു മത്സര പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ്. അപ്പൊ ധാരാളം ആളുകൾ വന്ന് നെഗറ്റീവ് കമന്റ് രേഖപ്പെടുത്തും. 10 നിയമനേ ഉള്ളൂ, 5 നിയമനേ ഉള്ളൂ എന്നൊക്കെ പറയും. അതൊന്നും നമ്മൾ പരിഗണിക്കേ വേണ്ട. ഒരു നിയമനം ഉണ്ടെങ്കിൽ ആ ഒരു നിയമനം നിങ്ങൾക്കാണ്, പഠിക്കുന്നവർക്കാണ് എന്ന ആറ്റിറ്റ്യൂഡിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഒരാൾക്ക് 1000 നിയമനം വേണ്ടല്ലോ, ഒരാൾക്ക് ഒരു നിയമനം പോരെ. അപ്പൊ ഈ വരുന്ന മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അനുസരിച്ച് 14 ജില്ലകളിലുമായി ഏകദേശം 115 വേക്കൻസികളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 115 വേക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ ആ വേക്കൻസികളുടെ എണ്ണം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം 1000-ഓളം നിയമനങ്ങൾ നടക്കുന്ന ഒരു മത്സര പരീക്ഷ, 14 ജില്ലയിലുമായിട്ട് 1000 നിയമനങ്ങൾ നടക്കുന്ന മത്സര പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് 25 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് എല്ലാം റിവൈസ് ചെയ്ത് തീർക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് ഉണ്ടാകും, മാത്സ് ഉണ്ടാകും, മലയാളം ഉണ്ടാകും, എല്ലാ ടോപ്പിക്കും ഉണ്ടാകും. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റിലേക്ക് വരികയാണ്. ലാബ് അസിസ്റ്റന്റ് 25 ദിവസത്തെ ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ട് ഒരു 5 AM ക്രാഷ് ബാച്ച് നമ്മൾ ഈ വരുന്ന 26-ാം തീയതി തുടങ്ങിയ. അപ്പൊ ഇനിയുള്ള 25 ദിവസങ്ങൾ നിങ്ങൾ എന്ത് പഠിക്കണം, ഏതൊക്കെ മെറ്റീരിയൽസ് കവർ ചെയ്ത് പോകണം, ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബേസ് ആക്കി ഒരു വർക്കൗട്ട് ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ 26/5/2025 മുതൽ തുടങ്ങിയാണ്. അതിന്റെ വാലിഡിറ്റി 19-ാം തീയതി വരെയാണ്. അതിനർത്ഥം 21-ാം തീയതിയാണ് നമ്മുടെ ലാബ് അസിസ്റ്റന്റ് മത്സര പരീക്ഷയുടെ എക്സാം. അപ്പൊ ആ എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 5 മണി മുതലാണ് മെറ്റീരിയൽസും ക്ലാസ്സും അപ്ഡേറ്റ് ചെയ്യുന്നത്, എല്ലാ ദിവസവും രാവിലെ. ഓക്കെ, അതിൽ പ്രതിപാദിക്കുന്നത് വീഡിയോ ക്ലാസ് ഉണ്ടാകും, പ്രധാനപ്പെട്ട മൈക്രോ നോട്ട്സ് ഉണ്ടാകും, കറണ്ട് അഫേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സയൻസ്, ഇതെല്ലാം പറഞ്ഞല്ലോ. ആരെയും നിർബന്ധിക്കുന്നില്ല. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പം അയക്കേണ്ടത് ഇങ്ങനെയാണ്: 5 AM ലാബ് അസിസ്റ്റന്റ് ക്രാഷ് ബാച്ച്, അതിനുശേഷം നിങ്ങളുടെ പേര്. ഓക്കെ, 25 ദിവസമാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളത്. 25 ദിവസം, 5 ദിവസം പഠനം ഉണ്ടാകും. 5 ദിവസമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, 2 റിവിഷൻ ഡേ ആയിട്ട് നമ്മൾ മാറ്റും. 5 ദിവസം പഠിച്ചതിന് ശേഷം പിന്നെ അതിനുശേഷം 2 ദിവസം ഉണ്ടല്ലോ. അതായത് തിങ്കൾ മുതൽ പഠിക്കുവാണെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം പഠിക്കുന്നു. അതിനുശേഷം ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാം അങ്ങ് പഠിച്ചിട്ട് പോയാൽ പരീക്ഷകളിൽ കയറുമ്പോഴത്തേക്ക് ഓർമ്മയിൽ വേണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം, റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്കണോമിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ. 5 ദിവസം നമ്മൾ കൃത്യമായി പഠിക്കുന്നു. 2 ദിവസം തുടർന്ന് എന്ത് നടത്തുന്നു, പവർ റിവിഷൻ ചെയ്യുന്നു. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽസ്, തരുന്ന ക്ലാസ്, തരുന്ന PDF നോട്ട്, മൈക്രോ നോട്ട്, എല്ലാത്തിനും ഡെയിലി മോക്ക് എക്സാം ഉണ്ടാകും. ഡെയിലി എക്സാമും ഉണ്ട്, ഡെയിലി മോക്ക് എക്സാം ഉണ്ട്. 2 ഡെയിലി എക്സാം രാത്രി 9 മണിക്കാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും ഡെയിലി ഉള്ള മോക്ക് എക്സാം ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിലുമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് രാവിലെ 5 മണിക്കാണ് മോക്ക് എക്സാം സഹിതം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ദിവസം 4 മുതൽ 6 സബ്ജക്റ്റ് വരെ തീർക്കണം. എങ്കിൽ മാത്രമേ ഈ 25 ദിവസം കൂടെ നമുക്ക് ആ ടോപ്പിക് എല്ലാം കവർ ചെയ്യണ്ടേ. അപ്പൊ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് 4 മുതൽ 6 സബ്ജക്റ്റ് വരെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കണം. കാരണം റിവിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പ്രിലിമിനറി പരീക്ഷ യോഗ്യത നേടിയവരാ. കാരണം ആ പ്രിലിമിനറി പരീക്ഷയിൽ നിങ്ങൾ സയൻസ് പഠിച്ചു, SCRT പഠിച്ചു, കറണ്ട് അഫേഴ്സ് പഠിച്ചു, മാത്സ് ആൻഡ് മെന്റാലിറ്റി പഠിച്ചു. ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന 2 സബ്ജക്റ്റ് മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് മലയാളം, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. പിന്നെ GK പോർഷനിൽ ഇത്തിരി വ്യത്യാസമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, കറണ്ട് അഫേഴ്സ് പഠിക്കണം, SCRT പഠിക്കണം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, ഇതിനെല്ലാം പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ഈ 25 ദിവസത്തെ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ചു പോകാൻ.
ഇതിന്റെ ടൈം ടേബിൾ, ഈ കൊടുത്തേക്കുന്ന ടൈം ടേബിൾ, ഇതിന്റെ PDF നോട്ട്, കറണ്ട് അഫയേഴ്സ് കണ്ടന്റ്, വീഡിയോ ക്ലാസ്, എക്സാം എല്ലാം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ആദ്യം മെയ് 26, അതായത് ഈ വരുന്ന മെയ് 26, ഇന്നത്തെ ഡേറ്റ് അറിയാമല്ലോ, ഇന്ന് മെയ് 23 ആണ്. അപ്പൊ മെയ് 23 വെള്ളിയാഴ്ചയാണ്, നാളെ ശനി, ഞായർ, ഈ 2 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും ദിവസത്തെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം മെയ് 26 ചെയ്യേണ്ടത്, മെയ് 26 തിങ്കളാഴ്ച ചെയ്യേണ്ടത് ചരിത്രം എന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മുടെ ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഉൾപ്പെടെ, ലാബ് അസിസ്റ്റന്റ് മത്സര പരീക്ഷ ഉൾപ്പെടെ, സെക്രട്ടറിയേറ്റ് OA മത്സര പരീക്ഷ ഉൾപ്പെടെ, LDC ലെവൽ നിലവാരത്തിലുള്ള പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷയുടെയും സെയിം സിലബസ് തന്നെയാണല്ലോ ലാബ് അസിസ്റ്റന്റ് മത്സര പരീക്ഷയുടെ സിലബസ്. അതിലുള്ള ചരിത്രത്തിലെ ഒന്നുകിൽ ലോക ചരിത്രം, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം, അതുമല്ലെങ്കിൽ കേരള ചരിത്രം, ഈ 3 ടോപ്പിക്കും കൂടെ കൂട്ടുമ്പോഴാണ് 5 മാർക്ക് കിട്ടുന്നത്. ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം. അപ്പൊ എന്ത് ചെയ്യണം, അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും എന്ത് കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം. 10 വിരലുകൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആ 10 വിരലുകൾക്കും ഓരോ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പരിഗണിച്ചെങ്കിലേ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതേപോലെ ചരിത്രത്തിൽ ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ഈ 3 ഏരിയയും കവർ ചെയ്യണം. അതിനർത്ഥം ഒന്നാമത്തെ ദിവസം തന്നെ മുഴുവൻ ലോക ചരിത്രവും പഠിച്ചു മാറ്റണം എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പഠിക്കുക. ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ നടത്തും. ദെൻ SCRTയിലെ 3 ചാപ്റ്റർ വീതം എല്ലാ ദിവസവും പഠിക്കണം. അത് GK പോർഷൻ ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, SCRTയിലെ 3 ചാപ്റ്റർ വീതം പഠിക്കണം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, പുതിയ SCRT ചാപ്റ്റർ ഉണ്ടല്ലോ, 5, 7, 9 പുതിയ SCRT ചാപ്റ്റർ ആണ്, 10ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്റർ ആണ്, പുതിയ SCRT ചാപ്റ്റർ ആണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അതിന് പ്രയോറിറ്റി കൊടുക്കാതെ പഴയ SCRTക്ക് പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഈ കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് OA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. അതിനു മുമ്പ് നടത്തിയ പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യനിലും ട്രെൻഡിങ് ആയി ഇപ്പോഴും നിൽക്കുന്നത് SCRTയിലെ പഴയ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ SCRTയിലെ 3 ചാപ്റ്റർ വീതം എന്ത് ചെയ്യണം, ഓരോ ദിവസവും. അതിൽ തിങ്കളാഴ്ച SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. ആദ്യത്തെ പഠിക്കേണ്ടത് 10th സോഷ്യൽ സയൻസിലെ 3 ചാപ്റ്റർ. ദെൻ അന്ന് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, PYQ ഫാക്ട് പഠിക്കണം, എക്സാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് രാത്രി 9 മണിക്ക് എക്സാം ഉണ്ടായിരിക്കും. ഇതെല്ലാം ചേർത്ത്. ഓക്കെ, അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും തിങ്കളാഴ്ച ഇത്രയും പഠിക്കാനുള്ളൂ. അല്ല, സയൻസിലെ ഒന്നുകിൽ രസതന്ത്രം, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം, അല്ലെങ്കിൽ ജീവശാസ്ത്രം, ഏതാണോ നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ തരുന്ന മെറ്റീരിയൽസ് അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യുന്നില്ല, ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല, ചെയ്യുന്നില്ല, വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ. വീട്ടിലിരുന്ന് നിങ്ങളുടെ കയ്യിലുള്ള കെമിസ്ട്രിയോ, നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്സോ, നിങ്ങളുടെ കയ്യിലുള്ള ബയോളജി ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. ദെൻ മലയാളത്തിലെ പദശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ സിലബസിലുള്ളതാണ്. മലയാളത്തിലെ പദശുദ്ധി പഠിക്കണം. മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കണം. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ പ്രധാനപ്പെട്ടത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കണം. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും, ഒപ്പം എന്തുകൂടി പഠിക്കണം, വൊക്കാബുലറി കൂടി പഠിക്കണം. പ്രധാനപ്പെട്ട ഇഡിയം, ഫ്രേസൽ വെർബ്, ആന്റോണിം, സിനോണിം തുടങ്ങിയിട്ടുള്ള വൊക്കാബുലറി എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ 25 ദിവസം 25 ടൈപ്പ് വൊക്കാബുലറി നിങ്ങൾ പഠിക്കും. 25 ദിവസം 25 മാത്സിന്റെ ടോപ്പിക് കവർ ചെയ്യും. 25 ദിവസം മാത്സിന്റെ 25 ടോപ്പിക്ക്, മലയാളത്തിന്റെ 25 ടോപ്പിക്ക്, ഇംഗ്ലീഷിന്റെ 25 ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്ത് പോകും. അപ്പൊ തിങ്കളാഴ്ചത്തെ ഈ പറയുന്ന റിവിഷൻ എല്ലാം കഴിഞ്ഞു. രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്തു, തീർന്നു. അടുത്ത മെയ് 27 ചൊവ്വാഴ്ച ഇന്ത്യൻ ഭരണഘടനയും സുപ്രധാന നിയമങ്ങളും, അത് രണ്ടും ഒരുമിച്ച് അങ്ങ് പഠിക്കുക. കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ടോപ്പിക് എല്ലാം എവിടെയും പഠിക്കാനുണ്ട്, സുപ്രധാന നിയമങ്ങളിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ സുപ്രധാന നിയമങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരള വനിതാ കമ്മീഷൻ, അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, പ്രധാനപ്പെട്ട നിയമങ്ങളും എല്ലാം പഠിക്കണം. അപ്പൊ മെയ് 27 ചൊവ്വാഴ്ച SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണേ. അവിടെയും കറണ്ട് അഫയേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം. 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് ഉണ്ടെന്നാണ് സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് 18 മാർക്ക് ആയിക്കോട്ടെ, 15 മാർക്ക് ആയിക്കോട്ടെ, നമുക്ക് പ്രയോറിറ്റി കൊടുത്തു തന്നെ പോകണം. ദെൻ അതിനോടൊപ്പം തന്നെ ഒരു PYQ ഫാക്ട്, നമുക്കറിയാലോ ആദ്യം തന്നെ മോക്ക് എക്സാം, ആ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ രാത്രി 9 മണിക്ക് എക്സാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് സയൻസ് പഠിക്കണം. സയൻസിൽ ഒന്നെങ്കിൽ രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രം. രണ്ടാമത്തെ ദിവസം മലയാളം പരിഭാഷ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. മാത്സിൽ ശതമാനം എന്ന ടോപ്പിക്ക് പഠിക്കണം. ഇംഗ്ലീഷിൽ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഏരിയ കവർ ചെയ്യണം. ഒപ്പം തന്നെ എന്തുകൂടെ ആഡ് ചെയ്യണം, വൊക്കാബുലറി കൂടി കവർ ചെയ്ത് പോകണം. ദെൻ മെയ് 28 ബുധനാഴ്ച
പഠിക്കേണ്ട ഒന്നാമത്തെ ടോപ്പിക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക് കവർ ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ചിലപ്പം ആ കേരളം ഭരണവും ഭരണ സംവിധാനത്തിലെ ഒരു 200 പേജിന്റെ അല്ലെങ്കിൽ ഒരു 100 പേജിന്റെ കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾ റെഫർ ചെയ്തൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന്റെ 100 പേജ് ഉണ്ട് ടോട്ടൽ പേജ്, എങ്കിൽ 50 വരെ വായിച്ചാൽ മതി, 50 വരെ പഠിക്കും, അത് മതി. ദെൻ SCRTയിലെ 3 ചാപ്റ്റർ അന്നും കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. PYQ ഫാക്ട് ഉണ്ട്, എക്സാം, ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തരുന്ന സയൻസ് വീഡിയോ ക്ലാസ്, മലയാളത്തിലെ ടോപ്പിക് ഒറ്റപ്പദം പഠിക്കണം, മാത്സിലെ ലാഭവും നഷ്ടവും, ഇംഗ്ലീഷിലെ എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ഒപ്പം എന്തും പഠിക്കണം, വൊക്കാബുലറിയും പഠിക്കണം. 3 ദിവസം കവറായി. 4ാമത്തെ ദിവസം മെയ് 29 വ്യാഴാഴ്ച പഠിക്കേണ്ട ഏരിയ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന നമ്മുടെ എഴുതാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് OA ആയിക്കോട്ടെ, ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കോർ ഏരിയ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്കണോമിക്സ് പഠിച്ചാൽ 5 മാർക്കും മസ്റ്റായിട്ട് കിട്ടും. പക്ഷെ നോക്കൂ, ചരിത്രത്തിലേക്ക് നോക്കിയാൽ ലോക ചരിത്രവും ഇന്ത്യൻ ചരിത്രവും കേരള ചരിത്രവും കൂടെ പഠിക്കുമ്പോഴാണ് 5 മാർക്ക് സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം മാത്രം പഠിച്ചാൽ മതി, 5 മാർക്ക് കിട്ടും. SCRTയിലെ 3 ചാപ്റ്റർ വ്യാഴാഴ്ച കവർ ചെയ്യണം. കറണ്ട് അഫേഴ്സ് പഠിക്കണം. PYQ ഫാക്ട് തരുന്ന PYQ ഫാക്ട് എല്ലാം പഠിക്കണം. രാത്രി 9 മണിക്ക് എക്സാം. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ, സയൻസ്, രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, മലയാളത്തിലെ പര്യായം എന്ന ടോപ്പിക്ക് പഠിക്കണം. അതിന്റെ ക്ലാസ് തരും. മാത്സിലെ സാധാരണ പലിശയും കൂട്ടുപലിശയും പഠിക്കണം. ഇംഗ്ലീഷിലെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലിയറി വെർബ്, ഒപ്പം വൊക്കാബുലറി. ഇത്രയും ടോപ്പിക്കാണ് എന്ന് പഠിക്കേണ്ടത്. മെയ് 29 വ്യാഴാഴ്ച പഠിക്കേണ്ടത്. ദെൻ മെയ് 30 വെള്ളിയാഴ്ച കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് കവർ ചെയ്യുക, വീട്ടിൽ സെൽഫായിട്ട് പഠിക്കുന്നവർ. അതല്ല, നമ്മുടെ റെഗുലർ ബാച്ചിലും ഈ പറയുന്ന ക്രാഷ് ബാച്ചിലുള്ളവർ എന്ത് ചെയ്യണം, നമ്മൾ തരുന്ന വീഡിയോ ക്ലാസ്, നമ്മൾ തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. IT, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അന്ന് തന്നെ പഠിക്കണം. അന്നും SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. അപ്പൊ 10 ദിവസമാകുമ്പോൾ 30 ചാപ്റ്റർ അങ്ങ് മാറുമെന്നേ SCRTയിലെ, നമ്മൾ പോലും അറിയാതെ നമ്മളത് റിവൈസ് ചെയ്യും. ദെൻ കറണ്ട് അഫേഴ്സ് പ്രധാനപ്പെട്ടത്, PYQ ഫാക്ട്, ഒപ്പം എക്സാമിനോടൊപ്പം തന്നെ എന്തൊക്കെ പഠിക്കണം, സയൻസ്, രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, 3നും ഇമ്പോർട്ടൻസ് കൊടുക്കണം. മലയാളത്തിലെ വിപരീത പദം, അപ്പൊ ഇതുവരെ നടത്തിയ പരീക്ഷകളിലെല്ലാം തന്നെ വിപരീത പദം മസ്റ്റായിട്ട് പഠിക്കണം. മാത്സിലെ അംശബന്ധവും അനുപാതവും പഠിക്കണം. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗും പിന്നെ ഒപ്പം വൊക്കാബുലറിയും കൂടെ പഠിക്കണം. ദെൻ മെയ് 31 ശനി, ജൂൺ 1 ഞായർ, 2 ദിവസമുണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പം ഈ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, സെൽഫായിട്ട് റിവിഷൻ നടത്തണം. അത് ഒരു പവർ റിവിഷനായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യും, നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് തരും, ഒപ്പം മെഗാ എക്സാം 100 മാർക്കിന്റെ OMR എക്സാം സഹിതം തരും. അപ്പൊ ആ OMR എക്സാം അറ്റൻഡ് ആയി നിങ്ങൾ ഈ ടോപ്പിക്കുകളെല്ലാം മസ്റ്റായിട്ട് എന്ത് ചെയ്തു, റിവിഷൻ നടത്തി. മെയ് 31, ജൂൺ 1. ദെൻ അടുത്തത് ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച വീണ്ടും ചരിത്രത്തിൽ തന്നെ കേരളം, ഇന്ത്യ, ലോകം. SCRTയിലെ 3 ചാപ്റ്റർ വീണ്ടും അഗെയിൻ കറണ്ട് അഫേഴ്സ് പഠിക്കണം. PYQ ഫാക്ട്, എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് സയൻസിലെ ടോപ്പിക് കവർ ചെയ്യണം. മലയാളത്തിലെ ശൈലികളും പഴഞ്ചൊല്ലികളും എന്നറിയപ്പെടുന്ന ഏരിയ, മാത്സിൽ സമയവും ദൂരവും, ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവും ജെറണ്ട് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, ഒപ്പം എന്ത് ചെയ്യണം, വൊക്കാബുലറി. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ വൊക്കാബുലറി കവർ ചെയ്തു. ദെൻ ജൂൺ 3 ചൊവ്വാഴ്ച ഭൂമിശാസ്ത്രത്തിൽ ഏരിയ, കേരള ഭൂമിശാസ്ത്രം പഠിക്കണം, ഇന്ത്യ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രം. ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആ ചോദ്യം ഏരിയ അല്ലെങ്കിൽ ആ ഒരു മോഡൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ ജൂൺ 3 ചൊവ്വാഴ്ച ഇത്രയും ടോപ്പിക്ക് SCRTയിലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം. ഒപ്പം കറണ്ട് അഫേഴ്സ് പഠിക്കണം, PYQ ഫാക്ട് പഠിക്കണം, ഒപ്പം എന്തൊക്കെ പഠിക്കണം, സയൻസ്. അതിവിടെയും ഒരു സയൻസിനല്ല പ്രയോറിറ്റി, ഡിഫറൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്. മലയാളത്തിലെ സമാന പദം എന്ന ടോപ്പിക്ക് പഠിക്കണം. മാത്സിൽ സമയവും പ്രവൃത്തിയും ടോപ്പിക്ക്, ഇംഗ്ലീഷിൽ ടെൻസ് പഠിക്കണം, ഒപ്പം വൊക്കാബുലറിയും പഠിക്കണം. ദെൻ ജൂൺ 4 ബുധനാഴ്ച ഭരണഘടനയിൽ സുപ്രധാന നിയമങ്ങൾ പഠിക്കണം. SCRTയിലെ 3 ചാപ്റ്റർ അഗെയിൻ കറണ്ട് അഫേഴ്സ് പഠിക്കണം. തരുന്ന മെറ്റീരിയൽസ് PYQ ഫാക്ട് പഠിക്കണം. എക്സാം എഴുതുന്നതിന് മുമ്പ് തരുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട ടോപ്പിക് അല്ലാതെ സയൻസിലെ രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, മലയാളത്തിലെ ടോപ്പിക്ക് ചേർത്ത് എഴുതുക എന്ന ടോപ്പിക്ക്, മാത്സിലെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന ടോപ്പിക്ക് പഠിക്കണം. ഇംഗ്ലീഷിലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ് ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഒപ്പം വൊക്കാബുലറിയും കവർ ചെയ്യണം. ദെൻ ജൂൺ 5 വ്യാഴാഴ്ച വീണ്ടും അഗെയിൻ കേരളം
ഭരണവും ഭരണ സംവിധാനവും, SCERT-ലെ 3 ചാപ്റ്റർ. അത് ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ വായിക്കുന്നത് ആ ഒരു ഓർഡറിൽ തന്നെ ആദ്യം 10ാം ക്ലാസ്സിൽ തീർക്കും, അതിനുശേഷം 9ാം ക്ലാസ്, അതിനുശേഷം 8, അതിനുശേഷം 7. ദെൻ കറണ്ട് അഫയേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം, PYQ ഫാക്ട്, എക്സാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മസ്റ്റായിട്ട് കവർ ചെയ്യണം. ഒപ്പം തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയിലേക്കാണ് പോകുന്നത്. മലയാളത്തിലെ സ്ത്രീലിംഗം, പുല്ലിംഗം എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യണം. അപ്പൊ ജൂൺ 5 വ്യാഴാഴ്ച കവർ ചെയ്യേണ്ട GK പോർഷൻ എന്തൊക്കെയാ? ഒന്ന് കേരളം, ഭരണവും ഭരണ സംവിധാനവും, SCERT-ലെ 3 ചാപ്റ്റർ പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ സയൻസ് പഠിക്കണം, മലയാളത്തിലെ സ്ത്രീലിംഗം, പുല്ലിംഗം. മാത്സില് കൃത്യംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, എക്സ്പോണന്റ്. ഇംഗ്ലീഷിൽ പ്രപ്പോസിഷൻസും അതിനോടൊപ്പം തന്നെ വൊക്കാബുലറിയും. ദെൻ ജൂൺ 6 വെള്ളിയാഴ്ച ബക്രീദ് ആണെന്ന് കരുതി പഠിക്കാതിരിക്കേണ്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യുന്നു? അഡ്വാൻസ് ബക്രീദ് ദിന ആശംസകൾ നേരുന്നു. അന്ന് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. അടുത്ത ബക്രീദ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ കയറി ജോയിൻ ചെയ്ത് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ല, അവിടെ അപ്പൊ ആ സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടിൽ, അന്ന് ഹോളിഡേ ആണല്ലോ, അത് പബ്ലിക് ഹോളിഡേ ആണ്, അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് സന്തോഷത്തോടു കൂടി ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇരുന്ന് പഠിക്കണം. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം, SCERT-ലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം, കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട്, ഒപ്പം സയൻസ്, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ദെൻ മലയാളത്തിലെ വചനം എന്ന ടോപ്പിക്ക്, മാത്സിൽ ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം എന്നിവയാണ് പഠിക്കേണ്ടത്. ഇംഗ്ലീഷിലെ യൂസ് ഓഫ് കോറിലേറ്റീവ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, വൊക്കാബുലറി. ദെൻ ജൂൺ 7-ാം തീയതി വീണ്ടും ശനി ഞായറും വന്നേക്കുക. ജൂൺ 7, ജൂൺ 8 ശനി ഞായറാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പഠിച്ച, ഈ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അപ്പൊ റിവിഷനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആ റിവിഷനോടൊപ്പം തന്നെ മോക്ക് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ സെൽഫായിട്ട് റിവിഷൻ വീട്ടിൽ സെൽഫായിട്ട് ഈ ബാച്ച് ജോയിൻ ചെയ്യാതെ വീട്ടിൽ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ചോ. ബാച്ചിൽ ജോയിൻ ചെയ്തവർ എന്ത് ചെയ്യണം? ഇത് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് എക്സാം മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഇതാണ് ഈ പറയുന്ന ജൂൺ 7, 8 ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ജൂൺ 9 പോവാം. ജൂൺ 9 തിങ്കളാണ്. കലാകായികം, സംസ്കാരം എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യണം. IT, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കേ ഉള്ളൂ സിലബസിൽ, എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ മാർക്കും നിർണായകമാണ്. SCERT-ലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം. അവിടെയും കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. തരുന്ന PYQ ഫാക്ട് നേരെ പഠിക്കണം. സയൻസിലെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മലയാളത്തിലെ പിരിച്ചെഴുതൽ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, മാത്സിലെ പ്രോഗ്രഷൻ എന്ന ടോപ്പിക്ക്, ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഒപ്പം വൊക്കാബുലറി കൂടി പഠിക്കണം. ഓക്കെ. ജൂൺ 10 ചൊവ്വാഴ്ച ചരിത്രം വീണ്ടും റിവിഷൻ ചെയ്ത് വരിക. ചരിത്രം, കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം, അതും അല്ലെങ്കിൽ ലോക ചരിത്രം. അപ്പൊ ഈ പറയുന്ന ചരിത്രത്തിലൂടെ ഒരു ദിവസം ചരിത്രത്തിൽ നിന്ന് കൊടുക്കുവാണെന്നേ. SCERT-ലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം, PYQ ഫാക്ട്, എക്സാം അറ്റൻഡ് ചെയ്യണം. അതിനു മുന്നോടിയായിട്ട് സയൻസ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് പഠിക്കണം. മലയാളത്തിലെ ഘടകപദം എന്ന ടോപ്പിക്ക് പഠിക്കണം. മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും എന്ന ടോപ്പിക്ക് പഠിക്കണം. ഇംഗ്ലീഷിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കണം. ഒപ്പം വൊക്കാബുലറിയും കവർ ചെയ്യണം. ജൂൺ 11-ാം തീയതി ബുധനാഴ്ചയാണ്. ഭൂമിശാസ്ത്രം, കേരളം, ഇന്ത്യ, ലോകം. ഈ ഒന്നേൽ കേരള ഭൂമിശാസ്ത്രം ഫുള്ള് കവർ ചെയ്യുക, അതല്ലെങ്കിൽ ഇന്ത്യ ഭൂമിശാസ്ത്രം ഫുള്ള് കവർ ചെയ്യുക, അതുമല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രം ഫുള്ള് കവർ ചെയ്യുക. അപ്പൊ താഴെ വന്ന് കമന്റ് ചെയ്യും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഇതെല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റുമോ? ഇതെല്ലാം പഠിച്ച് പാസ് ഔട്ട് ആയവരാ നിങ്ങൾ. ഇതെല്ലാം കഷ്ടപ്പെട്ട് ഉറക്ക ഉളച്ചിരുന്ന് കഷ്ടപ്പെട്ട് നോട്ട്സ് എഴുതി പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം എഴുതി ഉള്ള ക്ലാസ്സുകളെല്ലാം കണ്ട് ഉള്ള നോട്ട്സുകളെല്ലാം വായിച്ച് ഉള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് നോട്ട്സ് എഴുതി പ്രിലിംസ് കിട്ടിയവരാ നിങ്ങൾ. പ്രിലിംസ് കിട്ടാത്ത പുറത്തിരിക്കുന്നവരല്ല, പ്രിലിംസ് കിട്ടിയവരാ നിങ്ങൾ. അപ്പൊ അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടു, ഇതിനു വേണ്ടി കഷ്ടപ്പെടും. അപ്പൊ ഭൂമിശാസ്ത്രം കവറായി. SCERT-ലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം. കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട്, ഒപ്പം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. മലയാളത്തിലെ റിവിഷൻ PYQ. 2025-ലെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷ ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷയാണല്ലോ. ദെൻ 2024-ൽ ഈ പറയുന്ന എല്ലാ ജില്ലയിലും നടത്തിയ LDC പരീക്ഷയുടെ ചോദ്യം, അതിലുള്ള മലയാളം മുഴുവൻ എന്ത് ചെയ്യണം? പഠിക്കണം. മാനസിക ശേഷി, നിരീക്ഷണ പാഠ പരിശോധനയും എന്ന ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ ഓരോ ടോപ്പിക്ക് റിവിഷൻ നടത്തണം. ഇംഗ്ലീഷിലെ കറക്ഷൻ ഓഫ് സെന്റൻസും വൊക്കാബുലറിയും കവർ ചെയ്യണം. ഓക്കെ. ജൂൺ 12 വ്യാഴാഴ്ച ഭരണഘടന, സുപ്രധാന നിയമങ്ങൾ വീണ്ടും പഠിക്കണം. പെൻഡിങ് ഉള്ളത് എവിടെയാണോ
അവിടെ സുപ്രധാന നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാം കവർ ചെയ്ത് പഠിക്കണം. അതിൽ പോക്സോ നിയമം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പോക്സോ നിയമം, ഗാർഹിക പീഡന സംരക്ഷണ നിയമം, അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST ആക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് പോവുക. SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട്, സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാളം വീണ്ടും റിവിഷൻ ഫുള്ള് PYQ. ഏതൊക്കെ PYQ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവാം, അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠപരിശോധനയും റിവിഷൻ നടത്തണം. ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക്ക് ഒപ്പം വൊക്കാബുലറി കൂടി കവർ ചെയ്യണം. ജൂൺ 13 തിങ്കളാഴ്ച എഗെയിൻ സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്ന് നീതി ആയോഗ്, മറ്റൊന്ന് ന്യൂ എക്കണോമിക് പോളിസി എന്നറിയപ്പെടുന്ന LPG, ദെൻ പ്രധാനപ്പെട്ട മേഖലകൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ എന്നറിയപ്പെടുന്ന 3 മേഖലകളുണ്ടല്ലോ. അതിനകത്ത് നിന്നൊക്കെയാണ് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. 5 ഇയർ പ്ലാനിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം കവറായി. SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട് എക്സാം, ദെൻ അതിനോടൊപ്പം തന്നെ സയൻസ്, മലയാള റിവിഷൻ ഉണ്ടാവണം, ദെൻ ഇംഗ്ലീഷിലെ റിവിഷൻ. അപ്പൊ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു ഇത്രയും ദിവസം കൊണ്ട്. പറഞ്ഞപ്പോൾ തീർന്നു. പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് പഠിക്കുക. മാനസിക ശേഷി, നിരീക്ഷണ പാഠപരിശോധനയും റിവിഷൻ, ഇംഗ്ലീഷിന്റെ റിവിഷൻ എത്തി. അപ്പോഴും നമുക്ക് വൊക്കാബുലറി മാറ്റമില്ല. വൊക്കാബുലറി നമ്മൾ പഠിച്ചു തന്നെ പോകുന്നു. ജൂൺ 14 ശനി, ജൂൺ 15 ഞായർ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ ഫുള്ള് റിവൈസ് ചെയ്യുന്നു. മോക്ക് എക്സാം സഹിതം അറ്റൻഡ് ചെയ്യുന്നു, പോകുന്നു. ജൂൺ 16 തിങ്കളാഴ്ച കലാ, കായികം, സംസ്കാരം എന്നറിയപ്പെടുന്ന ഏരിയ ടോപ്പിക് കവർ ചെയ്യണം. IT, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കണം. SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് പഠിക്കണം. PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പ്രയോറിറ്റി കൊടുക്കണം. മലയാളം വീണ്ടും റിവിഷൻ PYQ, ഇംഗ്ലീഷിലെ റിവിഷനോടൊപ്പം തന്നെ വൊക്കാബുലറി. ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ നോക്കൂ. ഇപ്പം ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? ആ റിവിഷൻ ഡേയിൽ ക്വസ്റ്റ്യൻ ടാഗ് എടുത്ത് പഠിക്കാം. മാനസിക ശേഷി, നിരീക്ഷണ പാഠപരിശോധനയും റിവിഷൻ ചെയ്യണം. ദെൻ ജൂൺ 17 ചൊവ്വാഴ്ച ചരിത്രം, വീണ്ടും അഗെയിൻ ചരിത്രം, കേരളം, ഇന്ത്യ, ലോകം. SCRTയിലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം. അവിടെയും SCRTയിൽ ചാപ്റ്ററിന് മാറ്റമില്ല. SCRT ഇമ്പോർട്ടന്റ് ആണ്. സെക്രട്ടേറിയറ്റ് OA പരീക്ഷയിൽ 35 മാർക്കിന്റെ ചോദ്യങ്ങളാണ് SCRT എന്ന് പറയുന്നത്. 1-2 ചോദ്യമല്ല, 35 മാർക്ക്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രയോറിറ്റി SCRT കൊടുക്കുന്നത്. കറണ്ട് അഫയേഴ്സിന് പ്രയോറിറ്റി, PYQ ഫാക്ട് എക്സാം. ഒപ്പം തന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാള റിവിഷൻ നടത്തണം. മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധനയും വീണ്ടും റിവിഷൻ. ഇംഗ്ലീഷിലെ റിവിഷനോടൊപ്പം തന്നെ എന്ത്? വൊക്കാബുലറി. ദെൻ ജൂൺ 18 ബുധനാഴ്ച ഭൂമിശാസ്ത്രം, അവിടെ കേരളം, ഇന്ത്യ, ലോകം. SCRTയിലെ 3 ചാപ്റ്റർ. കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട് അറിയാലോ. സയൻസ്, രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രം, മലയാളം റിവിഷൻ നടത്തണം. മാനസിക ശേഷി, നിരീക്ഷണ പാഠപരിശോധനയും റിവിഷൻ പെൻഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റിവിഷൻ നടത്തി. ഇംഗ്ലീഷിലെ ടോപ്പിക്സ് എല്ലാം വീണ്ടും റിവിഷൻ നടത്തുന്നു. വൊക്കാബുലറി നടത്തുന്നു. വൊക്കാബുലറിയിലെ ടോപ്പിക്. ദെൻ ജൂൺ 18 ചൊവ്വാഴ്ച. ജൂൺ 18 ചൊവ്വാഴ്ച ഭരണഘടനയും സുപ്രധാന നിയമങ്ങളും ഒരുമിച്ച് പഠിച്ചു. അപ്പൊ ഇത്രയും ദിവസം ഭരണഘടന പഠിച്ചു, ഇത്രയും ദിവസം സുപ്രധാന നിയമങ്ങൾ പഠിച്ചു. അപ്പൊ സുപ്രധാന നിയമങ്ങളെ പോക്സോ നിയമം ഒരു ദിവസം പഠിച്ചു, തീർന്നു. മുതിർന്നവരെ സംരക്ഷിക്കുന്ന നിയമമുണ്ട്, അത് പഠിച്ചു, അടുത്ത ദിവസം തീർന്നു. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ പഠിച്ചു, അത് തീർന്നു. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഏരിയ എല്ലാം കവർ ചെയ്ത് പോയി. ദെൻ SCRTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ്, PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സയൻസിലെ രസതന്ത്രം രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രത്തിന്റെ മെറ്റീരിയൽസും ക്ലാസും, മലയാളത്തിന്റെ റിവിഷൻ PYQ, മാനസിക ശേഷി നിരീക്ഷണ പാഠപരിശോധനയും റിവിഷൻ, ഇംഗ്ലീഷിലെ റിവിഷനും വൊക്കാബുലറിയും. ഓക്കെ. ജൂൺ 19 വ്യാഴാഴ്ച, ജൂൺ 19 അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന ജൂൺ 18 ചൊവ്വാഴ്ച വരെയുള്ള ടോപ്പിക് എല്ലാം റിവൈസ് ചെയ്തു. ദെൻ അതിന്റെ അഗൈൻ വീണ്ടും അടുത്ത ദിവസം ജൂൺ 19 വ്യാഴാഴ്ച. ജൂൺ 19 വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏതെങ്കിലും ഏരിയയിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ദിവസമാണ് ജൂൺ 19 വ്യാഴാഴ്ച. ഫ്രീ ഡേ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫ്രീ ഡേ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പഠിച്ചവരാണ്. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? റിവിഷൻ നടത്തുന്നു. ജൂൺ 20 വെള്ളിയാഴ്ച, അതും ഫ്രീ ഡേ അല്ല. അതെല്ലാം എന്ത് ചെയ്യുക? ഒന്നേന്നും പറഞ്ഞ് ഒന്ന് റിവിഷൻ ചെയ്താൽ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഈ ജൂൺ 19 വ്യാഴാഴ്ചയും ജൂൺ 20 വെള്ളിയാഴ്ചയും നിങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൗട്ട് ബാച്ചിൽ മാജിക് മന്ത്ര എന്ന ക്ലാസ് മെറ്റീരിയൽസ് തരും. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയുടെയും നമ്മുടെ ട്രെൻഡിങ്, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം ഗുണകരമായി മാറിയ ഒരു ട്രെൻഡിങ് സംഭവമാണ് മാജിക് മന്ത്ര. വേറെ ഒന്നുമില്ല, ഇതുവരെ നടത്തിയ മുഴുവൻ മത്സര പരീക്ഷയിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകളുടെ എന്ത് തരും? PDF നോട്ടും വീഡിയോ ക്ലാസ്സും തരും. അത് കൃത്യമായിട്ട് കാണുക. അതാണ് റിവിഷൻ ചെയ്യേണ്ടത്. ദെൻ ജൂൺ 21 എക്സാം ഡേ ആണ്.
ടെൻഷൻ ആർക്കും ഒരു ടെൻഷനും വേണ്ട. കൂളായി പോയി പരീക്ഷ എഴുതുക. ജില്ലാതലത്തിലാണ് പരീക്ഷ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇത്രയും ദിവസം ആത്മാർത്ഥമായിട്ട് പഠിച്ചു, ആത്മാർത്ഥമായിട്ട് ഉറക്കമുളച്ചു, ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ടു. ആ എഫേർട്ട് ഇട്ടതിന്റെ റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. അപ്പൊ അത് അന്നത്തെ ദിവസം തിരിച്ചറിയാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം എന്തായാലും റിസൾട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. അന്നത്തെ ദിവസം പോയി പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ജില്ലാതലത്തിലാണ് പരീക്ഷ. 1000-ലധികം നിയമനം നടക്കുന്ന ഒരു മത്സര പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ്. ജില്ലാതലത്തിലായതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഓരോരോ കട്ട് ഓഫ് ആണ് എന്ന് കരുതി ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്ക് എവിടെ കിട്ടും എന്ന് കരുതിയേ വേണ്ട. നല്ല രീതിയിൽ ആത്മാർത്ഥത്തോടെ പഠിക്കുക, സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതുക. സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതണമെങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒന്നും പഠിക്കാത്തവന് ഒരു സന്തോഷവും നല്ല സന്തോഷമായിരിക്കും. ഒന്നും പഠിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥി പോകണം, അപ്പൊ ഞാൻ ഒന്നും പഠിക്കുന്നില്ല, നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയി പരീക്ഷ 100-ൽ 100 കറപ്പിച്ചിട്ട് വരാം. ആൻസർ തെറ്റാണോ ശരിയാണോ എന്ന് പിന്നത്തെ കാര്യം. ഇനി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് പോയവനും സന്തോഷത്തോടെ പരീക്ഷ എഴുതും. ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതുക. അടുത്ത പരീക്ഷയ്ക്ക് ഇനി ചെയ്യേണ്ടത് ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞു എങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? അടുത്ത ദിവസം മുതൽ തയ്യാറാകുക. അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടുന്നിടം വരെ പഠിക്കുക എന്ന ഒരു നിർദ്ദേശം മാത്രമേ, ഒരു സജഷൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അപ്പോൾ വരാൻ പോകുന്ന ജൂൺ 21-ാം തീയതി നടക്കുന്ന ലാബ് അസിസ്റ്റന്റ് മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം മാത്രം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.